കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കത്തിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ കഴിയുന്നില്ലെന്ന് മുസ്ലിം ലീഗിൽ വിലയിരുത്തൽ. ഇന്ന് മലപ്പുറത്ത് ചേരുന്ന ലീഗ് നേതൃയോഗം ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് അറിയുന്നു. വിപിൻ സി വിജയൻ മലപ്പുറത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. വിപിൻ, കോൺഗ്രസിനകത്ത് ഇപ്പോൾ ശശി തരൂരിന്റെ പേരിലുണ്ടായിട്ടുള്ള പുതിയ വിവാദങ്ങളിലാണോ മുസ്ലിം ലീഗിന് അതൃപ്തി, അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ? ഏത് തരത്തിലായിരിക്കും ഈ അതൃപ്തി അല്ലെങ്കിൽ ഈ വിഷയം ഇന്നത്തെ ലീഗ് നേതൃയോഗത്തിൽ ചർച്ചയാകുക? ഗോപികൃഷ്ണൻ, മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ഇപ്പോൾ മലപ്പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഈ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കം, വിവാദം അത് തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം തന്നെയുള്ള ഇത് പരിഹരിക്കാൻ ഒരു ശ്രമവും കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള വികാരമാണ് മുസ്ലിം ലീഗിനുള്ളത്. ആ കാര്യത്തിലാണ് അതൃപ്തിയുള്ളതും. ഇത് എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല, ഇത് ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് ചില നേതാക്കളെങ്കിലും കരുതുന്നു എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഒരു പൊതുവികാരമുള്ളത്. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും എന്നുള്ളത് ചില MLA-മാർ തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ അറിയിച്ചു. അത് തങ്ങളുടെ മണ്ഡലത്തെ അടക്കം ബാധിക്കുന്ന രീതിയിലാണ് ഈ നിലയിൽ UDF പോയാൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പൊതുവികാരം. അത് ഇപ്പോൾ നമുക്ക് അറിയുന്നത് പോലെ തന്നെ ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാകുന്നു. അത് നേതാക്കൾക്ക് പരിഹരിക്കാൻ കഴിയാത്തൊരു സ്ഥിതി വരുന്നു. ഇത് ശശി തരൂരിൽ മാത്രമല്ല, ഇതിന് തൊട്ട് മുൻപാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ആരാണ് അതിൽ മുൻപിൽ നിൽക്കുന്നത് തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ, ഇതൊക്കെ തന്നെ ആളുകൾക്കിടയിൽ ഒരു ഐക്യമില്ല UDF-നകത്ത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് മാത്രമാണ് ഉപകരിച്ചത്. അതുകൊണ്ട് തന്നെ അത് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കും എന്നുള്ളതുമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനകത്തുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച. ഇന്നത്തെ നേതൃയോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ആദ്യത്തെ ഒരു മുന്നൊരുക്കങ്ങൾ ഏത് രീതിയിൽ വേണം എന്നതിനെ സംബന്ധിച്ചുമാണ്. സ്വാഭാവികമായും UDF-ന്റെ ഒരു മുന്നിൽ നിന്ന് നയിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഒരു ഐക്യത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചോദ്യമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ടാവുന്നത്. ഇതുവരെ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്നെ ഇന്നലെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. പക്ഷേ എന്നിട്ടും ആ ഒരു ഐക്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒത്തൊരുമ കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ പ്രധാനമായിട്ടുള്ള. മുസ്ലിം ലീഗിന് ഉള്ള പ്രധാനപ്പെട്ട അതൃപ്തി കോൺഗ്രസിനകത്തെ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ കാര്യം ഇന്നത്തെ നേതൃയോഗം ചർച്ചയാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിപിൻ സി വിജയൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയാണ്.